സ്വർണ്ണപ്പാളി വിഷയത്തിൽ വൻ അട്ടിമറി. സ്വർണ്ണപ്പാളി 2019 അഴിച്ചെടുത്തതാണെന്ന് മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചെന്നൈയിൽ എത്തിച്ചത് 1 മാസം കഴിഞ്ഞാണെന്നും കമ്മീഷണർ RG രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു. രാധാകൃഷ്ണന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. മായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ, വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ്. ഇതിനിടയിൽ നമുക്കൊപ്പം ഇപ്പോൾ ഈ മണിക്കൂറിൽ പ്രതികരിക്കാൻ എത്തിയിരിക്കുന്നത് തിരുവിതാംകൂറിലെയും ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ചുമതലകളിലും ഒപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണറായിട്ടുമൊക്കെ ചുമതല വഹിച്ചിരുന്ന RG രാധാകൃഷ്ണൻ സാറാണ്. സാർ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമ്മൾ ആരായുകയാണ്. സാറേ, 2019 ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള സ്വർണ്ണപ്പാളിയുമായിട്ടുള്ള വിവാദങ്ങൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സാറിന് ഈ വിഷയങ്ങളിൽ പറയാനുള്ളത്? ഇതിനകത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് 2021 ഞാൻ റിട്ടയർഡായി. അപ്പോൾ റിട്ടയർഡ് ആകുന്നതിനും എത്രയോ വർഷം മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വാർത്താ ചാനലുകളിൽ വന്ന കാര്യങ്ങൾ കുറേ മനസ്സിലാക്കിയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഇരുന്നപ്പം ഉള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ പ്രശ്നം നടക്കുന്നത്, ഈ പാളികൾ ഇളക്കിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് 2019 ജൂലൈ 19-നും 20-നുമാണ് ശബരിമലയിൽ നിന്ന് ഇത് ഇളക്കിക്കൊണ്ട് പോയത്. അതിന് പ്രത്യേകമായിട്ടൊരു ഓർഡർ ദേവസ്വം ബോർഡ് കൊടുത്തിരുന്നു 5/7/2019 ബോർഡിൻ്റെ ഒരു ഓർഡറാണ്. ആ ഓർഡറും പ്രകാരമാണ് ഈ നടപടിക്രമങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഓർഡറിനകത്ത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാളികൾ, ചെമ്പ് പാളികൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചെമ്പ് പാളികൾ ഇളക്കിയെടുത്ത് അതിനെ തൂക്കം നോക്കി, അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാളിൻ്റെ അപേക്ഷയിന്മേലാണ് എക്സിക്യൂട്ടീവ് ഓഫീസറെ റിപ്പോർട്ട് വരുത്തി ബോർഡ് ഈ ഓർഡർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് തൂക്കി നോക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണ് ആ ഓർഡറിനകത്ത് പറയുന്നത്. അപ്പോൾ ഹീസ് എൻ എ തേർഡ് പാർട്ടി. അപ്പോൾ അയാൾ ഒരു തേർഡ് പാർട്ടിയാണ്. അയാൾ നമ്മുടെ വേറെ ഒന്നുമില്ല. അയാൾ സാധാരണ ഒരു ഭക്തനെ പോലെ ഒരു ഭക്തൻ, അയാൾ വന്ന് ഒരു അപേക്ഷ കൊടുത്ത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇളക്കി ഇവർ ആ സാധനം പുള്ളിയെ 19-20 തീയതികളിലായിട്ട് ഏൽപ്പിക്കുന്നു. എന്നിട്ട് ആ ഓർഡറിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഇത് സ്വർണം പൂശുന്നത് തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിലായിരിക്കണം. അതിപ്പോൾ അതെന്നല്ല, ഏത് സാധനം ചെയ്യണമെന്നുണ്ടെങ്കിലും, ഇപ്പം പടി പിത്തള പൂശണമെങ്കിലും അമ്പലങ്ങളിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും തിരുവാഭരണം കമ്മീഷണറുടെ പ്രസൻസ് വേണം. അതെന്ന് വെച്ചാൽ തിരുവാഭരണങ്ങളുടെ ചാർജുള്ള ഒരാളാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് അത് ചെയ്തതിന് ശേഷം ഈ സ്വർണം പൂശിയ സാധനം ഈ പോറ്റി തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കണം. അതാണ് ആ ഓർഡർ. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓർഡർ അങ്ങനെ നിൽക്കുകയും ഇത് ഇളക്കിക്കൊണ്ട് പോവുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ 5/8/2019 അവിടെ ചാർജ് എടുക്കുന്നത് തിരുവാഭരണ കമ്മീഷനായിട്ട്. അപ്പോൾ ഈ 19/7 കൊണ്ടുപോയ സാധനം 29/8 ആണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ. 28/8 തലേ ദിവസം 29-ാം തീയതി ഞങ്ങൾ ചെന്നൈയിൽ നിൽക്കുന്നു. ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ചെമ്പ് പാളികൾ കൊണ്ടുവരികയാണ് തിരുവാഭരണ കമ്മീഷണർ. ഉടനെ ഞങ്ങൾ 29-ാം തീയതി രാവിലെ ചെന്നൈയിലെത്തുന്നു. ഈ സ്മാർട്ട് ക്രിയേഷനിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഈ ചെമ്പ് പാളികളാണ്. അപ്പോൾ അത് എല്ലാവരുടെ പ്രശ്നം. ഞാനുണ്ട്, എൻ്റെ ഓഫീസിലെ സൂപ്രണ്ടുണ്ട്, സ്മിത്തുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, അവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട്, ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഡയറക്ടറുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാം സാന്നിധ്യത്തിൽ നോക്കിയപ്പോൾ ചെമ്പ് പാളിയാണ്. ഈ ചെമ്പ് പാളിയെ കംപ്ലീറ്റ് തൂക്കി നോക്കുന്നു. 14 പീസോളം ഉണ്ട്. തൂക്കി നോക്കി വെയിറ്റ് രേഖപ്പെടുത്തി മഹസർ തയ്യാറാക്കുന്നു. ഓരോ ഐറ്റത്തിനും മഹസർ തയ്യാറാക്കിയിട്ട് ഇത് പൂശാനായിട്ട് ഏൽപ്പിക്കുന്നു. അപ്പം നമ്മുടെ പ്രസൻസിൽ ഇത് ഇലക്ട്രോ പ്ലേറ്റ് ചെയ്ത് ഈ സ്വർണം പൂശിയ സാധനം തിരിച്ചു കിട്ടുന്നു. തിരിച്ച് കിട്ടുമ്പോഴത്തേക്ക് അത് വീണ്ടും നമ്മൾ തൂക്കുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് ഈ ശരിക്കും അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സ്വർണം എന്ന് പറയുന്നത്. ആ സ്വർണം എന്ന് പറയുന്നത് ഏകദേശം 394.100 ഗ്രാംസ് എങ്ങാണ്ടുണ്ട്. അതിപ്പം നമ്മൾ പവൻ കണക്കാക്കി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 49 പവൻ സ്വർണം അതിനകത്ത് വരും. അത് റെക്കോർഡ് ചെയ്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ സകലരും ആ മഹസറിനകത്ത് ഒപ്പിട്ട് മഹസറും ക്ലോസ് ചെയ്തിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങളിങ്ങ് പോരുന്നു. അപ്പോൾ നമ്മുടെ നിയമം അനുസരിച്ചാണെങ്കിൽ ഏതൊരു സാധനം ഏത് ക്ഷേത്രത്തിലായിരുന്നാലും സ്വർണ്ണ ഉരുപ്പടിയോ വെള്ളി ഉരുപ്പടിയോ ഏത് വന്നിരുന്നാലും ഈ തിരുവാഭരണം രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനകത്ത് എൻട്രി ചെയ്യണം. അപ്പം ആ എൻട്രി ചെയ്ത് നമ്പർ ഇട്ട് ഫിസിക്കലായിട്ട് വെരിഫിക്കേഷൻ നടത്തി അപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ സാധനം ക്ഷേത്രത്തിൻ്റെ സ്വത്തായിട്ട് മാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. ഇയാളെ അത് അയാളെ കസ്റ്റഡിയിലാണ്, നമ്മളെ കയ്യിൽ വന്നിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് പോരുന്നു. പിന്നെ ഇത് അതിൻ്റെ അടുത്ത മാസമാണ് വേറൊരു തീയതിയിൽ ഇത് ഫിക്സ് ചെയ്യുന്നത്, 9-ാം മാസം.
അപ്പോൾ ആ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ അറിയിക്കുകയോ നമ്മളുടെ പറയുകയോ കാരണം വെച്ച് കഴിഞ്ഞാൽ തിരുവാഭരണം കമ്മീഷൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ ആറന്മുളയാണ്, ശബരിമല പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത് കൊണ്ടുപോയ സാധനം തിരികെ കൊണ്ടുവരുമ്പോൾ കമ്മീഷണറുടെ സാന്നിധ്യം വേണം, അത് ഫിക്സ് ചെയ്യുമ്പോൾ കമ്മീഷണറുടെ സാന്നിധ്യം ഇപ്പം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ അന്ന് തൂക്കിയെല്ലാം റെഡിയാക്കി കൈ കൊടുത്ത സാധനത്തിൻ്റെ ആ മഹസ്രം പ്രകാരമുള്ള സാധനം ലഭിച്ചത് ഫിക്സ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ, അതായത് പ്രത്യേകിച്ച് ഒരു തേർഡ് പാർട്ടി കൊണ്ടുവരുമ്പം വീണ്ടും ഒന്നുകൂടെ വേണമെങ്കിൽ അവർക്ക് തൂക്കി നോക്കാം. ഈ പറയുന്ന സാധനം തൂക്കം, അറ്റ്ലീസ്റ്റ് സ്വർണം പൂശിയ സാധനം സ്വർണത്തിനോടുകൂടി ചേർത്ത് തൂക്കി നോക്കാം എത്ര ഉണ്ടെന്നുള്ളത്. അപ്പം ചെമ്പിൻ്റെ തൂക്കം അതിനകത്ത് കിടക്കയില്ലേ, അത് തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ അവർക്ക് അറിയാമല്ലോ നമ്മുടെ മഹസ്ര കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്യണം. ചെയ്യുന്നത് മാത്രമല്ല, അത് ആദ്യമായിട്ട് രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം. അപ്പോൾ ആ രജിസ്റ്ററിൽ എൻട്രി ചെയ്തിട്ടുണ്ടോ, ഇത് ഫിക്സ് ചെയ്ത സമയത്തുള്ള കാര്യങ്ങൾ നടപടിക്രമം അനുസരിച്ചാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതെല്ലാം ആ രജിസ്റ്റർ പരിശോധിക്കപ്പെടേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതേസമയം ആ രജിസ്റ്ററിൽ ഇത് എൻട്രി ചെയ്തിരുന്നു എന്ന് വരികിൽ ഈ ഒരു വിവാദങ്ങൾക്കും ഇടവരൂലായിരുന്നു. കാരണം അതിനകത്ത് സ്വർണത്തിലുള്ള ഇത്ര ഗ്രാമുള്ള ഇത്ര തൂക്കമുള്ള ഇന്ന ഓരോ ഐറ്റം ബാറായിട്ട് എഴുതി ചേർക്കുകയാണ്. ആ ഐറ്റം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല ഇളക്കിയെടുക്കുന്ന സാധനം ഏതാണെന്നുള്ളത്. അത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ, പൂശിയെന്ന് പറയപ്പെടുന്നത് ശരിയാണെങ്കിൽ, വിജയമല്യ ചെയ്തപ്പോൾ അത് പൂശിയെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ആ രജിസ്റ്ററിൽ ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വിവാദത്തിന് ഒന്നിനും ഇടവരൂലായിരുന്നു. അഥവാ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത് കണ്ടുപിടിക്കപ്പെടുമായിരുന്നു. ചെയ്യാനും പറ്റില്ല, റെക്കോർഡാണ്. പിന്നെ ഈ എല്ലാ 1252 ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇതിനകത്ത് ലിഖിത നിയമങ്ങളുണ്ട്. ആ ലിഖിത നിയമങ്ങളനുസരിച്ച് ഇത് ഓരോ മാസവും നമ്മൾ വെരിഫൈ ചെയ്ത് ഒരു സാധനം ആ രജിസ്റ്ററിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറവീണം, തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ കൂടണം. ആ എടുക്കുന്ന ഒരു ഉരുപ്പടിയിലെ സാധനം എടുത്ത് കുറച്ച് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അത് കുറവ് ചെയ്ത് അതിനകത്ത് എഴുതണം. അപ്പോൾ കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. 3 മാസത്തിലൊരിക്കൽ തിരുവാഭരണം കമ്മീഷണർക്ക് അയച്ചു കൊടുക്കണം. ഇതെല്ലാം ഒരു 10, 12, 13 വർഷമായിട്ട് ഇതൊന്നും നടപ്പിലാക്കാറില്ല പലയിടത്തും. അപ്പോൾ രജിസ്റ്റർ എൻട്രി ചെയ്തിട്ടില്ല എങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ്. രജിസ്റ്ററിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതതിൻ്റെ നിയമമാണ്. പിന്നെ ഈ 5/7/2019 ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കാനും ബോർഡിന് അധികാരമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ഉരുപ്പടി എടുത്ത് പണി ചെയ്യണമെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ സ്ഥലം കണ്ടെത്തി അവിടെ വെച്ച് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് ദേവസ്വം മാനുവലിൽ റൂള് സ്റ്റാറ്റ്യൂട്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വരുന്ന സ്പോൺസർ അത് ആരായിക്കോട്ടെ, അദ്ദേഹത്തിനെ പറ്റിയിട്ടൊരു അന്വേഷണം വേണ്ടേ? അദ്ദേഹം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കേണ്ടേ? അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരാൾ ഒരു അപേക്ഷ കൊണ്ടുവന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറെ കൊടുക്കുമ്പം ഒന്നുകിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്യണം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് ചെയ്ത് ബോർഡിനെ അറിയിച്ച് ബോർഡ് അതിൻ്റെ വിജിലൻസ് സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ, അവരന്വേഷിക്കണം. ഈ പറയുന്ന ആൾ 1-2 കാര്യമല്ലല്ലോ, സ്വർണത്തിൻ്റെ കാര്യമല്ലേ. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും ഇപ്പം ഞാനോ നിങ്ങളോ ഇപ്പോൾ ഒരു സ്വർണം ഇത്ര ഗ്രാം സ്വർണം നമ്മൾ ക്ഷേത്രത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൂക്കി ബില്ലുണ്ടെങ്കിൽ ബില്ല് വാങ്ങിച്ച്, കടയുടെ ബില്ല് വാങ്ങിച്ച് അത് തൂക്കി നോക്കി ബോധ്യപ്പെട്ട് രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് ഇനിഷ്യൽ ചെയ്തിരിക്കണം, അറ്റസ്റ്റ് ചെയ്തിരിക്കണം, എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്തിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താലും മതിയായിരുന്നു. അതുപോലും ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്തോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല, ചെയ്തിട്ടില്ലെങ്കിൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് രജിസ്റ്റർ അവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമുക്കുമായിട്ട് ബന്ധമൊന്നുമില്ല. ചെയ്തിട്ടില്ലെങ്കിൽ ഗുരുതരമായ വീഴ്ചയാണ്. അതിലൂടെ ഇതിനെന്തെങ്കിലും ഒരു പഴുത് കിട്ടിക്കാണണം എന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നതല്ല, എല്ലാ ചാനലുകാരും പറയുന്നതാണ്, എല്ലാ വാർത്താ മാധ്യമങ്ങളും പറയുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ SP അന്വേഷണത്തിലൊക്കെ പറയുന്നത് അതിനകത്തൊന്നും എൻട്രി ചെയ്തിട്ടില്ല, രജിസ്റ്ററെ കാണാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. രജിസ്റ്റർ കാണാതെ ഒന്നും വരില്ല, രജിസ്റ്റർ എന്തായിരുന്നല്ലോ അവിടെ ഉണ്ടാവും. അപ്പം വിജയമല്യ ചെയ്ത ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ള സ്വർണവും അവിടെ കൊടിമരം പൂശി, രണ്ടാമത് കൊടിമരം നിർത്തി, ആ കൊടിമരത്തിൻ്റെയും ഈ ദ്വാരപാലൻ്റെയും എല്ലാത്തിൻ്റെയും സ്വർണത്തിൻ്റെ അളവ് കണക്ക് ഈ മാനുവലിൻ്റെ ഈ റൂള് പ്രകാരം മാനുവൽ ഫസ്റ്റ് വാള്യത്തിൽ 11ാമത്തെ ചാപ്റ്ററിൽ 31 മുതൽ 41 വരെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട്. അതിൽ 38ാമത്തെയാണ് ഈ പറയുന്ന സാധനം, റിപ്പയറും മെയിൻ്റനൻസും വരണമെങ്കിൽ ക്ഷേത്ര പ്രിമിസസ് വിത്തിൻ ദ ടെമ്പിൾ പ്രിമിസസ് മാത്രമേ ഇത് ചെയ്യാവൂ. അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ട് ഓർഡർ ഇരിക്കുമ്പോൾ ഒന്നുകിൽ ആ സ്റ്റാറ്റ്യൂട്ട് ഓർഡറിനെ അമെൻഡ് ചെയ്യണം. നമ്മളിപ്പം ബോർഡ് പ്രസിഡൻറ്റ് അവരെ കാലാവധി നീട്ടുന്നു, തിരിച്ചു വയ്ക്കുന്നു, കൂട്ടുന്നു, അതെല്ലാം ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് റൂളുണ്ടാക്കി, നിയമന റൂളുണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തോന്നു, ഇതെല്ലാം ആക്ച്വലി റൂളിലും ആക്റ്റിലും ഉണ്ട്.
അപ്പോൾ ആ ആക്റ്റിലുള്ളത് പഴയ കാലത്തുള്ള നിയമവ്യവസ്ഥകളാണ്. അപ്പോൾ അതിനെ പുതുക്കിയാണ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കുന്നതും അതിന് നിയമാവലികൾ ഉണ്ടാക്കുന്നതും ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കുന്നതും എല്ലാം. അപ്പോൾ അത് ചെയ്തത് എന്താണ്? ആദ്യം അമെൻഡ് ചെയ്തു, ആ റൂൾ അമെൻഡ് ചെയ്ത് വരുത്തിയതിന് ശേഷമാണ് ആ സംഗതി നടപ്പിലാക്കിയത്. അല്ലെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല, കോടതി പോയാലും അതിന് വാലിഡിറ്റി ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ട് റൂൾ നിലനിൽക്കുമ്പോൾ ഈ ബോർഡ് ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ചെമ്പ് തകിട് കൊടുക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഓർഡർ എടുക്കാൻ അധികാരമുണ്ടോ? അതൊരു ചോദ്യചിഹ്നമാണ്. അത് ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ എൻ്റെ അഭിപ്രായമല്ല, അത് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന ലിഖിത നിയമങ്ങളാണ്. ആ നിയമം അനുസരിച്ച് അത് ചെയ്യാൻ പാടുണ്ടോ? അത് ചെയ്തത് ശരിയാണോ? അത് ചെയ്യുന്നത് ആരാണ്? അതോറിറ്റി ബോർഡ്. ബോർഡിന് കൈയൊഴിയാൻ പറ്റുമോ? പറ്റില്ല. ബോർഡല്ലേ ഓർഡർ കൊടുക്കുന്നത്. ബോർഡ് ഓർഡർ കൊടുക്കാതെ ഉദ്യോഗസ്ഥൻ ഇത് ചെയ്യുമോ? ഉദ്യോഗസ്ഥനും പാവപ്പെടാൻ പറ്റിക്കാണാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഉദ്യോഗസ്ഥനെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോർഡിൻ്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഇദ്ദേഹത്തിനെ പറ്റി അന്വേഷിക്കണം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി അന്വേഷിക്കണം, അദ്ദേഹത്തിൽ ചില ദുരൂഹതകളുണ്ടെന്നൊക്കെയാണ്. അപ്പം സാർ എങ്ങനെയാണ് ആ ഒരു പ്രസ്താവനയോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തോടൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കുന്നത്? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ദുരൂഹതയുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഇനി കണ്ടെത്തണം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയാൻ കാരണമുണ്ട്. കാരണം ഇപ്പോഴത്തെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമൊന്നുമില്ല. 2019 നടന്ന സംഭവമാണ്. അപ്പോൾ ഈ 2019 നടന്ന സംഭവം ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുത്താലേ ആ പ്രസിഡൻറ്റിനെ അറിയാവൂ എന്താണ് സംഭവമെന്നും എങ്ങനെയാണ് നടന്നതെന്നും ഇതെല്ലാം ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു അപേക്ഷ തരുമ്പോൾ ബോർഡിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഈ ഒരു അപേക്ഷ തരുമ്പോൾ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഈ അപേക്ഷ ജെനുവിനാണോ എന്നും നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു അന്വേഷണം, ഇയാളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി ചെയ്യണമായിരുന്നു. രണ്ടാമത് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻസ്പെക്ഷനുണ്ട്, വിജിലൻസ് ഉണ്ട്, SIമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെ വിട്ട് ഈ സാധനം കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ ഇളക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുമ്പോഴോ ഒക്കെ ഇതെല്ലാം യഥാർത്ഥ പ്രോപ്പർ ചാനലിലാണോ ചെയ്തിരിക്കുന്നത്, രജിസ്റ്റർ എൻട്രി ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു വസ്തുത പുള്ളിക്ക് വേണമെങ്കിൽ അത് അന്വേഷിപ്പിക്കാമായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഈ ജീവനക്കാർ പറഞ്ഞു കൊടുത്തുള്ള അറിവേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആൾ നിരപരാധിയായിരിക്കാം, അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കേണ്ട അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള അറിവില്ലായ്മ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ ഇതൊക്കെ. അപ്പോൾ അത് പറഞ്ഞു കൊടുത്താലല്ലേ പ്രസിഡൻറ്റിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ പ്രസിഡൻറ്റ് അന്വേഷണം നടത്തണമെന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കോടതി പറഞ്ഞിരിക്കുന്ന അയാളെ മാത്രം കേന്ദ്രീകരിച്ച് പോകരുത്, എല്ലാവരും അന്വേഷിക്കണമെന്നല്ലേ. എല്ലാവരെയും അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. എല്ലാവരും അന്വേഷിക്കണം, സമഗ്രമായ ഒരു അന്വേഷണം വേണം. ആരാണ് തെറ്റുകാരെന്ന് കണ്ടെത്തണം. അതിപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണം വരുമ്പോഴത്തേക്ക് തന്നെ അത് തെളിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. SP-യുടെ അന്വേഷണത്തിൽ തന്നെ ഇപ്പോൾ ഒരു സാധനം വിത്തിൻ ഡേയ്സിനകം അയാളുടെ വീട്ടിൽ നിന്ന് ഈ സാധനം കൊണ്ടുവന്നില്ലേ. അപ്പോൾ ഈ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാളി ഇയാൾ അഡീഷണലായിട്ട് കൊടുത്തതെന്നാണ് അയാൾ പറയുന്നത്, ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അഡീഷണലായിട്ട് കൊടുത്ത പാളി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ സൂട്ടായില്ല. അങ്ങനെ ഈ സാധനം തിരിച്ചു കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. അതിൽ അയാൾ എങ്ങനെ തെറ്റുകാരനാവും? ആ സാധനം അയാളിലിരിക്കുകയാണ്. അതിന് നമ്മൾ വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾ വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനം അയാൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അയാൾ തിരിച്ചു കൊണ്ടുപോയി. ആ സാധനം ഇപ്പോൾ ദേവസ്വത്തിൽ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏൽപ്പിച്ച് രജിസ്റ്ററിൽ നമ്പർ വെരിഫിക്കേഷൻ നടത്തി അത് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഉരുപ്പടി ദേവസ്വത്തിൻ്റെ ആവുള്ളൂ. ഇതിപ്പോൾ ദേവസ്വത്തിൻ്റെ ആയിട്ടില്ല, അയാൾ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ചാനൽ മാധ്യമങ്ങളിലൂടെയുള്ള അറിവ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്ന എന്താണെന്നുള്ളത് ഈ അന്വേഷണം നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ കൃത്യമായ അന്വേഷണം ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വരണമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകും, കുറ്റക്കാർ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം ശാലിനി, ജനം, തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശാലിനി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശാലിനി, മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ അങ്ങേയറ്റം ഗൗരവതരമാണ്. ഈ സ്വർണ്ണപ്പാളി 2019 തന്നെ അഴിച്ചെടുത്തിരുന്നു എന്നാണ് മുൻ തിരുവാഭരണ കമ്മീഷണറുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. മാത്രവുമല്ല, ഇത് ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ട് ഏൽപ്പിക്കുകയായിരുന്നു. ഇത് ദേവസ്വം ബോർഡിൻ്റെ ചട്ടങ്ങൾക്കെതിരാണ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ തീർത്തും ഒരു മൂന്നാം കക്ഷിയാണ്. അങ്ങനെ മൂന്നാമത്തെ ഒരു കക്ഷിക്ക് ഇത്തരം സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൈമാറാൻ പാടില്ലാത്തതാണ്. ആ ചട്ടം അത് അനുശാസിക്കുന്നില്ല. അത് മറികടന്നുകൊണ്ട് തീർത്തും ക്രമരഹിതമായ ഒരു ഇടപെടൽ അന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2019 തന്നെയാണ് ഈ നടപടികളൊക്കെ നടന്നത്.
ദേവസ്വം ചുമതലകളിലും ഒപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണറായിട്ട് RG രാധാകൃഷ്ണൻ അവിടെ എത്തിയതിന് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ഒരു സ്വർണം ചെന്നൈയിലേക്ക് എത്തിച്ച് അവിടെ ചെന്നൈയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. പക്ഷേ അതിനും ഒരു മാസം മുൻപേ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം കൈമാറാനുള്ള എല്ലാ രീതിയിലുള്ള നടപടികളും പൂർത്തീകരിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നേരിട്ട് ചെന്നൈയിൽ ഈ രാധാകൃഷ്ണൻ അടക്കമുള്ള തിരുവാഭരണ കമ്മീഷണർ മുൻ തിരുവാഭരണ കമ്മീഷണറും എത്തിയതാണ്. അവിടെ എത്തിച്ച് ഈ സ്വർണം കൃത്യമായി അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി തിരികെ എത്തിക്കുമ്പോൾ സ്വർണം അവിടെ എത്തിക്കുമ്പോൾ തിരുവാഭരണ കമ്മീഷണറും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ചുമതലയിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. സ്വർണം പൂശുന്ന സമയത്തടക്കവും മറ്റ് നടപടികൾ പൂർത്തിയാക്കുമ്പോഴും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം തിരികെ ഇവിടെ എത്തിയതിനു ശേഷം ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഈ സ്വർണ്ണപ്പാളി ദ്വാരപാലക ശില്പത്തിലേക്ക് എത്തിക്കുന്നത്, അവിടെ മറ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത്. ആ സമയത്ത് കൃത്യമായി വെരിഫൈ ചെയ്യേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നിലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മൂന്നാം ആളായി അല്ലെങ്കിൽ മൂന്നാം കണ്ണിയായി എന്നുള്ള രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തുന്നത്. ചില അനുശാസിക്കുന്ന ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെയുണ്ട്. ഇത്തരത്തിൽ ഒരു സ്പോൺസർ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാനത് നന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ദേവസ്വം ബോർഡിൻ്റെ അടുത്തേക്ക് ഒരാൾ അപേക്ഷയുമായി സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹം ആരാണ് എന്താണോ എന്നൊക്കെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സ്വർണം അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളും പൂർത്തിയാക്കുകയാണെങ്കിൽ അത് ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് അടുത്ത് തന്നെയുള്ള പ്രിമൈസിൽ തന്നെയുള്ള അടുത്ത് തന്നെ വെച്ച് അതിൻ്റെ മറ്റ് നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അതായത് ചെമ്പ് പൂശുകയാണെങ്കിലും സ്വർണം പൂശുകയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുകയാണെങ്കിലും അത് ഈ ശബരിമലയ്ക്ക് അടുത്ത് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് അവിടെ നിന്നും ചെന്നൈയിലേക്ക് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളൊരു സൂചന കൂടിയാണ് മുൻ തിരുവിതാംകൂറിലെയും ഒപ്പം തന്നെ മുൻ തിരുവാഭരണ കമ്മീഷണറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലടക്കം അന്വേഷണം കൃത്യമായി നടക്കണം. ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി അടക്കം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ചുമതലയെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ദേവസ്വം വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ RG രാധാകൃഷ്ണൻ ജനം ടിവിയോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണ് താൻ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യത്തിൽ അവിടെ നടന്നത്, ഒപ്പം തന്നെ ഈ സ്വർണം അവിടെ കൊണ്ടുചെന്നതിന് ശേഷം ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ രജിസ്റ്ററിലടക്കം കൃത്യമായി അത് മഹസർ തയ്യാറാക്കി എഴുതിയിട്ടുണ്ട്. അത് തൻ്റെ അറിവോട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ, അതിനു മുൻപ് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ കൃത്യമായ അന്വേഷണ പരിധിയിൽ വരണമെന്നുള്ളതാണ് ഇപ്പോൾ മുൻ തിരുവാഭരണ കമ്മീഷണർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ്. അന്വേഷണത്തിൽ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അടക്കം ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ തിരുവിതാംകൂറിലെയും ഒപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണർ മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ്റെയും വാക്കുകളിൽ നിന്ന് നമുക്ക് പ്രകടമാണ്. എന്തായാലും ആകെ ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുൻ തിരുവാഭരണ കമ്മീഷണർ ജനം ടിവിയോട് പ്രതികരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വാസുദേവൻ്റെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ അന്വേഷണ വിധേയമായി വീണ്ടും ചോദ്യം ചെയ്യാൻ ദേവസ്വം വിജിലൻസ് അടക്കം തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അന്നത്തെ ചില ദുരൂഹതകൾ, സംശയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജനം ടിവിയുടെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. നീലിമ, തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ വലിയ അട്ടിമറി നടന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. സ്വർണ്ണപ്പാളി 2019 അഴിച്ചെടുത്തതാണെന്ന് മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.